ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് പോകുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് വലിയൊരു ഉടമ്പടിയിലേക്ക് ഒപ്പുവെക്കാനുള്ള നീക്കമാണെന്നാണ് പറയപ്പെടുന്നത്. എന്താണ് ഈ യാത്രയുടെ ലക്ഷ്യമെന്നുള്ളത് ചർച്ച ചെയ്യാനായിട്ട് രാമേന്ദ്രൻ സാറുണ്ട്, PS സാറുണ്ട്. ഒരു ഉടമ്പടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഒരു ധാരണാപത്രം, MOU, അത് സെക്യൂരിറ്റി കോർപ്പറേഷൻ എന്നായിരിക്കും പറയുക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഈ സെക്യൂരിറ്റി കോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ട് അതിൻ്റെ പിന്നിൽ വലിയ കാര്യങ്ങൾ ഉണ്ടാവും. കാരണം ഈ സൈനികം എന്നൊക്കെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുരക്ഷ ധാരണാപത്രം എന്ന് പറയുന്നത്. കാരണം മിഷൻ സുദർശൻ എന്ന് പറഞ്ഞിട്ട് ഒരു ദൗത്യം ഉണ്ട്. മിഷൻ സുദർശൻ അതെന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കൊരു മിസൈൽ കവചം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതായത് ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന്, ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യയെ സംരക്ഷിക്കുക, ഇന്ത്യക്കൊരു മിസൈൽ കവചം. അപ്പോൾ അവിടെ ഇത്തരം കവചങ്ങളുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കവചം പല വിവിധ തലങ്ങളിൽ ആയിട്ട് ഇസ്രയേലിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുക, അതിൻ്റെ ചർച്ചയാണ് അവിടെ പ്രധാനമായിട്ടും നെതന്യാഹുവായിട്ട് നടക്കുക എന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദീർഘദൂര മിസൈലുകളിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാനുള്ള ഒരു കവചം ഇവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ഷീൽഡ് എന്നാണ് പറയുന്നത്. അതാണ് മിഷൻ സുദർശൻ. അതുപോലെ സംയുക്ത വികസനങ്ങൾ, ഈ പല ആയുധങ്ങളുടെയും അതിൻ്റെ ധാരണയ്ക്ക് ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിട്ടുണ്ടാവും. ലേസർ ആയുധങ്ങൾ സംയുക്തമായിട്ട് വികസിപ്പിക്കുക, ദീർഘദൂര മിസൈലുകൾ സംയുക്തമായിട്ട് വികസിപ്പിക്കുക, ഡ്രോണുകൾ സംയുക്തമായി നിർമ്മിക്കുക, സംയുക്തമായിട്ട് ഇന്ത്യ ഇപ്പോൾ ടാറ്റ അഡ്വാൻസ്ഡ് എന്നൊക്കെ പറഞ്ഞ കമ്പനികളുമൊക്കെ ആയിട്ട് ചേർന്ന് വികസിപ്പിക്കുക. ഇതാണ് ഈ സെക്യൂരിറ്റി MOU. ഒരെണ്ണത്തിലാണ് ഒപ്പുവെക്കുക, ഉടമ്പടി ഉണ്ടാവില്ല എന്നാണ് വാർത്തകളിൽ കാണുന്നത്. അതിൻ്റെ പിന്നിൽ ഇതൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ടാവും, മിഷൻ സുദർശനും ഒക്കെ. അപ്പോൾ $10 ബില്യൺ ഒരു കരാറാണ്, ഒരു MOU. കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി വേറെയാണല്ലോ. എഗ്രിമെന്റ്, ധാരണാപത്രം $10 ബില്യൺ എന്നാണ് കാണുന്നത്. അപ്പോൾ പ്രതിരോധ സെക്രട്ടറി ഇന്ത്യയുടെ RK സിംഗ് നവംബറിൽ പോയിരുന്നു ഇസ്രയേലിൽ. പ്രതിരോധ ചർച്ചയാണ് പ്രധാനമായിട്ടും നടക്കുക എന്നുള്ളതുകൊണ്ട് RK സിംഗ് പോയിട്ട് അവിടുത്തെ പ്രതിരോധ കാര്യവിദഗ്ധരുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് ഈ MOU വേണ്ടതെന്ന് നവംബറിൽ തന്നെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി പോയി അവിടെ ഒപ്പിടേണ്ട കാര്യമില്ലേ ഉള്ളൂ MOU-ൽ. അപ്പൊ ഏതാണ്ട് RK സിംഗ് പോയി ഇതൊക്കെ ഏതാണ്ട് ഫൈനലൈസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും മിഷൻ സുദർശനാണ് ഒരു ബാലിസ്റ്റിക് കവചം ഇന്ത്യക്ക് മുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നുള്ളത്. ഇസ്രയേല് പല തലത്തിൽ അവിടെ മിസൈൽ കവചം, കാരണം വലിയ ഭീഷണി നേരിടുന്ന ഒരു രാഷ്ട്രമാണത്. ഹൂത്തികൾ ഇസ്രയേല് തുടങ്ങി. അപ്പോൾ അവർക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ലോങ്, മീഡിയം, ഷോർട്ട് മിസൈലുകൾ ഒക്കെ അവർക്കുണ്ട്. ലേസർ ബേസ്ഡ് ഡിഫൻസ് സിസ്റ്റം, ഇതൊക്കെ ഇനി നമുക്കും കൂടി വേണം എന്ന് നമുക്കുണ്ട്. ഹൈ പ്രസിഷൻ വെപ്പൺസ്, കൃത്യതയുള്ള ആയുധങ്ങൾ, കടല്, കര, ആകാശം, ഈ ലോങ് റേഞ്ച് മിസൈലുകൾ ഒക്കെയാണ് ഈ കവചത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുക എന്ന് കാണുന്നു. ഡ്രോണുകളും ഇതിൻ്റെ ഭാഗമായിരിക്കും എന്നും വാർത്തകളിലുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അവരുടെ റാംപേജ് മിസൈൽ ഗംഭീരമായിട്ട് ഇവിടെ ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ ഈ പാം 400, ഹാർപ്പി, ഹാരോപ്പ് തുടങ്ങിയ ഡ്രോണുകളും ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ ഈ കവചത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി ഗ്ലൈഡ് ബോംബുകൾ കൂടി നമ്മൾ ഇസ്രയേലിൽ നിന്ന് വാങ്ങും. ഈ MOU ധാരണാപത്രം വന്നു കഴിഞ്ഞാൽ. അതുപോലെ എയർ ടു സർഫസ്, ആകാശത്ത് നിന്ന് കരയിലേക്കുള്ള മിസൈലുകളും ഒക്കെ വാങ്ങിക്കുന്നുണ്ടാവും. പിന്നെ ആകാശത്ത് നിന്ന് ലോഞ്ച് ചെയ്യുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ, ഇതുമൊക്കെ ഈ കവചത്തിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഇതിന് പുറമെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഉള്ള
സംഭവങ്ങൾ ഉണ്ടാവും. ജലവിഭവം, കൃഷി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഇതൊക്കെയാണ് ആ ചർച്ച വിഷയങ്ങൾ എന്നാണ് കാണുന്നത്. അല്ല, ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ത്യ കുറച്ച് നാളുകളായിട്ട് എന്നുവെച്ചാൽ വേണമെങ്കിൽ 1-2 വർഷങ്ങളായിട്ട് ഈ ജിയോ പൊളിറ്റിക്സിൽ ഇടപെടുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ബാലൻസിങ് പ്രോസസ്സിലൂടെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് കൃത്യമായ ശത്രുക്കളോ കൃത്യമായ മിത്രങ്ങളോ ഒന്നുമില്ല. വേണമെങ്കിൽ ആകെ പോയിൻ്റ് ചെയ്യാനായിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സാധനം, ബാക്കി എല്ലാവരുമായിട്ട് നമ്മൾ പലതരത്തിൽ മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ ബന്ധങ്ങളുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയായിട്ട് ഇടക്കിടക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഉടനെ ചൈനയായിട്ടോ റഷ്യയായിട്ടോ ഒക്കെ ബന്ധങ്ങളുണ്ടാക്കി അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രയേലൊക്കെ എന്നും എപ്പോഴും ഇന്ത്യയുടെ ഒരു സുഹൃത്തായിട്ട് തന്നെ നിർത്തുന്നൊരു പോളിസി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ കാര്യത്തിലുണ്ട്, അമേരിക്കയുടെ കാര്യത്തിലുണ്ട്, റഷ്യയുടെ കാര്യത്തിലുണ്ട്. ഈ ചൈനയെ പോലും നമ്മൾ ശത്രുതയിലായിരുന്നെങ്കിൽ പോലും നമ്മുടെ ഒപ്പം നിർത്തി. അങ്ങനെ നമ്മൾ സമഗ്രമായിട്ട് ഒരു പോളിസി ഈ കാര്യത്തിൽ ഉണ്ട് അല്ലെങ്കിൽ എടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ മിക്കവാറും തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രതിരോധ മേഖലയിലൊക്കെയാണ്. അപ്പോൾ ഇസ്രയേൽ പല കാര്യങ്ങൾ, ഏറ്റവും അവസാനം അതിൻ്റെ അകത്ത് MOUയിൽ കൃഷിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒക്കെ വരുന്നു എന്ന് പറയുന്നത് സാങ്കേതിക രംഗത്തും ഏറ്റവും ആധുനികമായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ള അവരുടെ സഹായം നമുക്ക് എത്രത്തോളം എടുക്കാം എന്നുള്ള കാഴ്ചപ്പാട് അതിൻ്റെ അകത്തുണ്ടെന്നുള്ള. എന്നുവെച്ചാൽ വിദേശകാര്യ ബന്ധങ്ങളിലെ പഴയ കാലത്തിൽ നിന്ന് തികച്ചും പൊളിച്ചെഴുത്ത് നടത്തിയ ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ പ്രഖ്യാപിച്ചിരുന്ന നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ബൈപ്പോളാർ വേൾഡ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഒരു പോസിബിളായ സാധനമാണ്. ബൈപ്പോളാർ വേൾഡ് എന്ന് പറയുന്നത് ഇല്ലാതായി. അതിന് പകരം രൂപപ്പെട്ട ഈ പുതിയ ലോകം, ആ പുതിയ ലോകത്തെ എങ്ങനെയാണ് നമ്മൾ വളരെ നല്ല രീതിയിൽ സർവൈവ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് പഠിച്ച് ഒരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിത് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഇതിൽ പറയാം, ബ്രസീലിന്റെ പ്രസിഡന്റ് ലൂല ഡൽഹിയിൽ വന്നിട്ട് നമ്മൾ റെയർ എർത്ത് മിനറൽസിന്റെ കരാർ ഒപ്പുവെച്ചു. ലോകത്ത് ഏറ്റവും കൂടുതൽ റെയർ എർത്ത് ഉള്ള 2ാമത്തെ രാജ്യമാണ് ബ്രസീൽ. ഞാൻ പറയുന്നത് ചൈന തരില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ അകത്ത് നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയപ്പോ നമുക്ക് വേറെ അവന്യൂ കിട്ടി, ബ്രസീൽ കിട്ടി. അതാണ്, ചൈനയുമായിട്ട് വേറെ പ്രശ്നത്തിന് പോകുന്നില്ല. നീ തരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ അവിടെ നിന്ന് എടുത്തോളാം. മറ്റു ചില കാര്യങ്ങളിൽ ചൈനയ്ക്ക് നമ്മളെ ആവശ്യമുണ്ടല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചൈനയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. അതായത് എങ്ങനെ സാധ്യതകൾ അത് മുഴുവൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, കാരണം ബ്രിക്സില് നമ്മുടെ വലിയ സുഹൃത്തല്ലേ ബ്രസീൽ. അതെ, മാത്രമല്ല സാറേ, ഇപ്പോൾ ഇന്ത്യയുടെ നീക്കം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങൾക്ക് പ്രവചിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ഡിസംബറിൽ ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരാനിരുന്ന ആ സമയത്താണ് കുറച്ച് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ആക്രമണമൊക്കെ നടന്നത്. അപ്പോൾ കനത്ത സുരക്ഷ വേണ്ടതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ആ യാത്ര നീട്ടിവെച്ചു. അപ്പോൾ ജനുവരിയിലേക്ക് വരുമെന്നാണ് അന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഒരാഴ്ച മുമ്പാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ ഹീറോ ആയിട്ടുള്ള ഭരണാധികാരി ഇതാ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു എന്ന് നെതന്യാഹു തന്നെ ജൂതന്മാരെ അഭിസംബോധന ചെയ്ത് പറയുമ്പോഴാണ് ഇന്ത്യൻ മീഡിയ പോലും അതിനെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ വളരെ തന്ത്രപരമായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് മോദിക്ക് സാധിക്കുന്നു എന്നുള്ളത് മറ്റ് രാജ്യങ്ങളിലെ തലവന്മാരെ ഒന്ന് അസൂയപ്പെടുത്തുന്ന കാര്യം കൂടിയല്ലേ? അത് കറക്റ്റാ. എന്താന്ന് വെച്ചാൽ ട്രംപ് അവിടെ ചെന്നപ്പോൾ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു, നെസറ്റിനെ. ഇസ്രയേല് മോദിയും നെസറ്റിനെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നുണ്ട്. മറ്റേ ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മളെയൊക്കെ വിറ്റ കാശ് മോദിയുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ 10% എല്ലാ രാജ്യങ്ങൾക്കും 15% ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ബലത്തിലത് 18% വരും എന്ന് തന്നെയാണ്. അത് കരാറിന്റെ 10% ആക്കിയ സമയത്ത് മാർക്കറ്റിന് വലിയ ഭൂമുണ്ടായതാണ്. അത് പിന്നെ അങ്ങേര് എല്ലാത്തിനും മറികടന്നിട്ടൊന്ന് 15 ആക്കിയിരിക്കുന്നു. അതെന്താന്ന് വെച്ചാൽ ആ നിയമത്തില് 122 എന്ന് പറയുന്ന ആ നിയമത്തില് വകുപ്പില് 15% വരെ ആക്കാം, പരമാവധി അത്രേ പറ്റുള്ളൂ. അപ്പൊ അത് മാക്സിമത്തിലേക്ക് അയാൾ ആക്കി. കോടതി തട്ടിയപ്പോൾ വേറൊരു നിയമം എടുത്തു, 150 ദിവസത്തേക്ക് പറ്റുള്ളൂ. അങ്ങനൊരു പ്രശ്നമുണ്ട് 15% എന്നുള്ളത്. 150 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അത് കോൺഗ്രസിലേക്ക് പോകണം, പിന്നെ കോൺഗ്രസ് സമ്മതിക്കണം. അവിടെ ഭൂരിപക്ഷം കിട്ടുമെന്ന് അറിയില്ല. രണ്ടാമത്തത്, ഇതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം എന്ന് വാർത്തകൾ വരുന്നുണ്ട്. കാരണം
കോടതിയെ ധിക്കരിച്ചിട്ടും കോടതി മുഴുവൻ വൃത്തികെട്ടവന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കൊടിച്ചു പട്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ജഡ്ജിമാരെ പറ്റി. അപ്പോൾ ഇത് കേസ് ആരെങ്കിലും കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ സുപ്രീം കോടതി ഇനി ഇതും ചിലപ്പോൾ തട്ടിക്കളഞ്ഞു എന്നൊക്കെ വരാം. അപ്പോൾ ട്രംപിന്റെ പൊസിഷൻ അത്ര ശക്തമൊന്നുമല്ല. അതെ സാറേ, മറ്റൊരു വശം കൊണ്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അങ്ങനെ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഞങ്ങളുടെ ബാക്കിൽ ഇസ്രയേൽ ഉണ്ട് എന്നുള്ളത് വലിയൊരു ധൈര്യമാണ് അമേരിക്കയുടെ. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇസ്രയേൽ എന്തെങ്കിലും ടെക്നോളജി ഉപയോഗിച്ചാൽ അമേരിക്കയെ കൂടി ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് ആയുധങ്ങൾ പോലും നിർമ്മിക്കാൻ പറ്റും. ഇനി അത് വേണ്ട, ഇന്ത്യയുമായിട്ട് യോജിച്ചുകൊണ്ട് കുറച്ച് ആയുധ നിർമ്മാണ കരാറുകളിലേക്ക് ഏർപ്പെടാനോ അത്തരം പദ്ധതികളിലേക്ക് പോകാനോ ഇസ്രയേൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ വലിയ മാൻ പവർ ഉണ്ട്, ഇസ്രയേലിൻ്റെ ടെക്നോളജി ഉണ്ട്. അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അത് അമേരിക്കയ്ക്കുള്ളൊരു പണി കൂടി ആവില്ലേ? അല്ല, നമ്മൾ ആയുധ വിപണി പതുക്കെ പതുക്കെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ളത് അവിടെ നിന്ന് നോക്കുമ്പോൾ അവർക്കും മനസ്സിലാവുമല്ലോ. നമ്മൾ സ്റ്റെൽത്ത് വിമാനം ഇല്ലേ തന്നെ പണിയാൻ പോകുന്നു, നമ്മൾ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള സംഗതികൾ നമ്മൾ വിൽക്കുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ വാങ്ങുന്ന ആളുകൾ മാത്രമായിരുന്നു. ഇതിപ്പോ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പനക്കാരായി മാറിയിരിക്കുകയാണ്. ആയുധ കച്ചവടക്കാരുടെ ലിസ്റ്റിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് അവർക്കറിയാം. നമ്മളിരുന്ന് സംസാരിക്കുന്ന ഈ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് പറയാത്ത കാര്യമാണ്, ഇപ്പൊ ഇറാനും അമേരിക്കയുമായിട്ടുള്ള സംഘർഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അതും മോദിയും നെതന്യാഹുവും തമ്മിൽ സംസാരിക്കില്ലേ? കാരണം അതിലൊരു കക്ഷിയാണല്ലോ ഇസ്രയേൽ. ആ സമയത്ത് നിങ്ങളുടെ സഹായമൊക്കെ ഞങ്ങൾക്ക് വേണമെന്ന് നെതന്യാഹു തീർച്ചയായിട്ടും പറയും. അതൊരു വാക്കാലുള്ള സമ്മതമൊക്കെ കൊടുക്കുമല്ലോ അത്യാവശ്യം. കാരണം ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായ സമയത്ത് സഹായിക്കാം. അതൊക്കെ സ്വാഭാവികം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.